ഹായ് ഗെയ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ചൂടിൻ്റെ ഗൗരവം അറിയണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് അതിൻ്റെ ഗൗരവം കൊണ്ട് മനസ്സിലായിട്ടോ. അങ്ങനെ അതായത് മുന്തിരി ജ്യൂസ് പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലോട്ട് എത്തിയതും അതാണ് കേട്ടോ മെയിൻ കുടിക്കുന്നത്. കാരണം ഭയങ്കര ചൂട് കേട്ടോ. ഉള്ളിൽ ഇരിക്കണവർക്ക് അതിൻ്റെ ചൂടറിയില്ല, പുറത്തേക്ക് ഇറങ്ങിയ കാരണം ചൂടിൻ്റെ ഗൗരവം അറിയണമെങ്കിൽ. അങ്ങനെ മാർക്കറ്റിൽ പോയി ഭയങ്കര റേറ്റും കാര്യങ്ങളുമാണ് കേട്ടോ. എവിടെ പോയാലും യുദ്ധമല്ലേ എന്നും പറഞ്ഞങ്ങാണ്ട് ഏതൊരു കടയിൽ നിന്നും പ്ലാസ്റ്റിക് സോപ്പ് പൊടി അടക്കം പ്ലാസ്റ്റിക് ഐറ്റംസ് അടക്കം എല്ലാ ഐറ്റംസിനും റേറ്റ് കൂടുതലായിട്ടുണ്ട് കേട്ടോ. എന്താന്ന് ചോദിച്ചാൽ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഇവർ കച്ചവടക്കാരെന്നെ കൂട്ടണോണ്ട് കുറക്കണോണ്ട് ആർക്കറിയാം, പഠിച്ചവനക്കറിയാം കേട്ടോ. കാരണം നമ്മളത് എത്ര വിലയാണെങ്കിലും അതങ്ങോട്ട് കൊടുത്ത് വാങ്ങില്ല, അത് നിവർത്തില്ലല്ലോ, ജീവിക്കണ്ടേ. അങ്ങനെ ഞാൻ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കേതറ മീൻ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഞണ്ടും കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇമാതിരി ചൂടത്ത് ഞണ്ട് കഴിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. കാരണം താത്താക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ പറയുന്നത് ഞങ്ങൾക്കും അങ്ങോട്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചോറ് വാർത്തിട്ടുണ്ട്, മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞണ്ടിനെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. ഞാൻ തന്നെ ക്ലീൻ ആക്കി വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഞണ്ടും ക്ലീൻ ആക്കി കഴുകി എടുത്തിട്ട് അങ്ങനെ ഞാൻ ആദ്യം ഞണ്ടിനെ അങ്ങോട്ട് വെച്ചു കേട്ടോ. കാരണം ഞണ്ടിന് വെച്ചതിൻ്റെ ശേഷം പിന്നെ കറിക്കുള്ളത് ശരിയാക്കിയിട്ട് കറി വെച്ച് മീൻ അങ്ങോട്ട് അപ്പോഴേക്കും കായം മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേന് എല്ലാം അങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ സെറ്റായിട്ടോ. അങ്ങനെ മീനിനെ അങ്ങോട്ട് പൊരിച്ചെടുത്തു. അങ്ങനെ ഞണ്ട് ഗ്രേവിനെ അങ്ങോട്ട് വറ്റിച്ചെടുത്തു. പിന്നെ എൻ്റെ ഞണ്ട് ഗ്രേവി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ മീൻ കറി കേട്ടോ. മീൻ കറീൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ വഴുതനങ്ങ നല്ല വാട്ടിയിട്ടിടും കേട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ എല്ലാം സെറ്റായി കേട്ടോ. അങ്ങനെ താത്ത പോണ കാരണം കൊണ്ട് പെട്ടെന്ന് അത് സെറ്റാക്കിയതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 മണിയാവും കേട്ടോ ഫുഡ് കഴിക്കാൻ. അങ്ങനെ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. താത്താനെ ബസ് കയറ്റിയിട്ട് വിടാനാണ് കേട്ടോ. നേരത്തെ കാലത്ത് ചെന്നെത്താലോ. അങ്ങനെ സ്വത്ത് പോരുന്ന നേരത്ത് ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറയാണ് കേട്ടോ. സ്വത്തുനെന്ന് പറഞ്ഞാൽ അമ്മാനെന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ താത്താനെ. അപ്പോൾ അത്രയ്ക്ക് ഗേസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.